Hi students, plus 2 chemistry first chapter മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് imperfections in crystal solids ആണ്. നമ്മൾ പറഞ്ഞു crystalline solids എങ്ങനെയാണ് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു റെഗുലർ അറേഞ്ച്മെന്റിലുള്ള ഒരു ഡീവിയേഷനെയാണ് നമ്മൾ imperfection എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് imperfection or defects എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ irregularity in the periodic arrangement of molecules, atoms or ions in the crystal lattice. മെയിനായി 3 തരം imperfection ഉണ്ട്. അതിൽ പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ് ആൻഡ് പ്ലെയിൻ ഡിഫക്റ്റ്. നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആറ്റംസിൻ്റെയോ അയോണിൻ്റെയോ റൗണ്ട് ചെയ്തു വരുന്ന ഡിഫക്റ്റാണ്. ഒരു ആറ്റം മിസ്സിങ് ഓർ മിസ്പ്ലേസ്ഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ്, ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ഒരു അസംബ്ലിയിൽ കുട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വളരെ റെഗുലർ പാറ്റേണിൽ കൃത്യമായി അറേഞ്ച് ചെയ്ത് റോസും കോളംസുമായി അങ്ങനെ നിങ്ങളിങ്ങനെ അസംബ്ലിക്ക് വേണ്ടി അടങ്ങി നിൽക്കുകയാണ് ആ ഒരു റെഗുലർ പാറ്റേണിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിയുടെ പൊസിഷൻ മാറി, അതുമൂലം അവിടെ ഒരാളുടെ പൊസിഷൻ മാറിയത് മൂലമുണ്ടാകുന്ന ഒരു ഡിഫക്റ്റിനെ നമുക്ക് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയാം. ഒരു ലൈൻ മുഴുവനായി ഡിഫക്റ്റായി അവരുടെ പൊസിഷനിൽ ഡീവിയേഷൻ വന്നെങ്കിൽ നമുക്കതിനെ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയാം. ഒരു പ്ലെയിൻ മുഴുവനായി അവിടെ ഡിഫക്റ്റ് വന്നെങ്കിൽ നമുക്ക് ആ നിൽക്കുന്ന ആ ഒരു പ്ലെയിനിലുള്ള ആളുകൾ മൊത്തം ഡിഫക്റ്റായി എങ്കിൽ നമുക്കതിനെ പ്ലെയിൻ ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പോയിന്റ് ഡിഫക്റ്റ് എന്താണ്? നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ ഈ ഒരു ആറ്റംസിന് മിസ്സിങ് ഓർ മിസ്പ്ലേസ്ഡ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫക്ട്സിനെ തന്നെ നമുക്ക് മെയിനായി രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. എന്താണ് സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ? What is stoichiometric compound? The compounds in which the number of cations and anions are exactly in the same ratio indicated in the molecular formula are called as stoichiometric compound. And the defect that don't disturb this stoichiometry are called as stoichiometric defect. അപ്പോൾ നമ്മുടെ മോളിക്കുലാർ ഫോർമുലയിൽ കാണുന്ന അതേ റേഷ്യോയിൽ കാറ്റയോൺസും ആനയോൺസും കാണുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് മൂലം ഈ ഒരു റേഷ്യോയിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിയിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അത്തരം ഡിഫക്റ്റുകളെ നമുക്ക് എന്ത് പറയാം? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുകയാണെങ്കിൽ, ഡിഫക്റ്റ് മൂലം സ്റ്റോഷിയോമെട്രി ബാധിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് നോക്കാം. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ വരുന്നതാണ് വേക്കൻസി ഡിഫക്റ്റ്, ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്, ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ഇതിൽ വേക്കൻസി ഡിഫക്റ്റും ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റും ആരാണ് കാണിക്കുന്നത്? നോൺ അയോണിക് ക്രിസ്റ്റൽസിൽ കാണുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്. നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സിലാണ് ഈ വേക്കൻസി ഡിഫക്റ്റും ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് എങ്കിൽ ആ വേക്കൻസി ഡിഫക്റ്റിൻ അയോണിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അയോണിക് കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വേക്കൻസി ഡിഫക്റ്റ്, ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്, ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്ന് നോക്കാം. ആ 4 എണ്ണത്തിൽ 2 ടൈപ്പ് എന്ന് പറയുന്നത് നോൺ അയോണിക് കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡിഫക്റ്റും 2 ടൈപ്പ് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡിഫക്റ്റുമാണ്.
അപ്പോൾ നോൺ അയോണിക് കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡിഫക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോൺ അയോണിക് കോമ്പൗണ്ട് കാണിക്കുന്ന ഒന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് വേക്കൻറ്റ് ഡിഫക്റ്റ് ആണ്. വേക്കൻറ്റ് ഡിഫക്റ്റ്. രണ്ടാമത്തെ ഡിഫക്റ്റ് ഏതാണ്? വേക്കൻറ്റ് ഡിഫക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വേക്കൻറ്റ് ഡിഫക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇതിൽ നമുക്ക് വേക്കൻറ്റ് ഡിഫക്റ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. എങ്ങനെയാണ് വേക്കൻറ്റ് ഡിഫക്റ്റ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമുക്ക് ലാറ്റിസ് സൈറ്റ് എന്ന് പറയാം. ആറ്റംസ് അവിടെ കാണുന്ന സൈറ്റുകളെ നമുക്ക് എന്ത് പറയാം? ലാറ്റിസ് സൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കൃത്യമായ റെഗുലറായി ഒരു നോൺ അയോണിക് കോമ്പൗണ്ടിൽ ആറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 0 കെൽവിനിലൊക്കെയാണ് നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഇത്രയും പെർഫെക്റ്റ് ആയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കാണുന്നത്. അതിൻ്റെ എബോവ് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ഡിഫക്റ്റുകൾ കാണാൻ പറ്റും. അതായത് നോർമൽ ടെമ്പറേച്ചറിലൊക്കെ നോർമലി നാച്ചുറലി കാണുന്ന കോമ്പൗണ്ട്സിൽ ഇതുപോലെയുള്ള ഡിഫക്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ കൂടുകയോ ചെയ്താൽ ഇവിടെ ഒരു ആറ്റംസിന് എന്ത് സംഭവിക്കും? ഒരു ആറ്റം ഇവിടുന്ന് മിസ്സിങ് ആണെന്ന് വിചാരിക്കുക. ഒരു ആറ്റം മിസ്സിങ് ആണെന്ന് വിചാരിക്കുക. അതുമൂലം അവിടെ ഒരു വേക്കൻസി ഉണ്ടായി അല്ലേ? അപ്പോൾ ഒരു ലാറ്റിസ് സൈറ്റിൽ നിന്നും ഒരു ആറ്റം മിസ്സിങ് ആയപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് പറയാം? വേക്കൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയാം. നമുക്ക് ഇത്തരം ഡിഫക്റ്റുകളെ എന്ത് പറയാം? വേക്കൻറ്റ് ഡിഫക്റ്റ് എന്ന് പറയാം. ഇനി അടുത്തതായി ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റം ഇതുപോലെ റെഗുലറായി അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ നിന്നും ഈ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് കാണുന്ന സൈറ്റുകളും ഇവിടെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടല്ലേ? ആറ്റംസ് ഇല്ലാത്ത വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിന് നമുക്ക് എന്തു പറയാം? ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആറ്റം മിസ്പ്ലേസ്ഡ് ആയിട്ട് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ഈ ഒരു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് എന്ത് സംഭവിച്ചു? ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിരിക്കുകയാണെങ്കിൽ അത്തരം ഡിഫക്റ്റുകളെ നമുക്ക് എന്ത് പറയാം? ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, വേക്കൻസി ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റിൽ എന്താ സംഭവിച്ചത്? വേക്കൻസി ഡിഫക്റ്റിൽ ഒരു ആറ്റം മിസ്സിങ് ആണ്. നമുക്ക് ആ ലാറ്റിസ് സൈറ്റിൽ നിന്നും ഒരു ആറ്റം മിസ്സിങ് ആണ്. അപ്പോൾ അവിടുത്തെ ഡെൻസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കും? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അവിടെ വോളിയം ഫിക്സഡ് ആയി തന്നെ നിൽക്കുന്നു, പക്ഷേ ഒരു ആറ്റം പോകുന്നു. അപ്പോൾ അവിടെ എന്താ? സ്വാഭാവികമായിട്ടും മാസ് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഡെൻസിറ്റിക്ക് എന്താണ് സംഭവിച്ചത്? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ മിസ്സാവുന്നുണ്ടോ? അതേ ആറ്റം തന്നെ ഡിസ്പ്ലേസ്ഡ് ആയി ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ തന്നെ നമുക്ക് ആ ഒരു ആറ്റത്തിനെ കാണാം. അതുകൊണ്ട് തന്നെ അവിടെ മാസിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഡെൻസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമോ? ഡെൻസിറ്റിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിൽ. നോക്കിക്കേ, ഇതൊരു റെഗുലർലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അയോണിക് ക്രിസ്റ്റലാണ്. ഒരു അയോണിക് ക്രിസ്റ്റലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന് വിചാരിക്കുക. അവിടെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു തെർമൽ എനർജി കൊടുക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊരു ഡിഫക്റ്റ് ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് പോലെ ഇവിടെ നമ്മൾ ഒരു കാറ്റയോൺ മിസ്സിങ് ആയെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നും ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണെങ്കിൽ ഇവിടെ നിന്നും ഒരു Na+ പോയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അയോണിക് ക്രിസ്റ്റലിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാറ്റയോണായി മിസ്സായാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കാറ്റയോൺ അവിടുന്ന് പോവുകയാണെങ്കിൽ അത് ഒരു ആനയോണും ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും മിസ്സാവും. അപ്പോൾ ഇവിടെ നിന്നും ഒരു കാറ്റയോൺ പോവുകയാണെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഒരു ആനയോണും മിസ്സാവും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുമോ? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി
വ്യത്യാസമൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അവിടുത്തെ സ്റ്റോഷിയോമെട്രിക് എന്തെങ്കിലും സംഭവിക്കുമോ? സ്റ്റോഷിയോമെട്രിയും അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവിടെ മിസ്സിങ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു ടൈപ്പ് ഇവിടെ വേക്കൻസി ഉണ്ടായി, അവിടെ ഒരു ഹോളിനെ ലീവ് ചെയ്തുകൊണ്ടാണ് അവിടെ ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തരം വേക്കൻസി ഡിഫക്റ്റ് ആണ്. അപ്പോൾ അയോണിക് ക്രിസ്റ്റൽസിൽ കാണുന്ന ഈ ഒരു വേക്കൻസി ഡിഫക്റ്റിനെ നമുക്ക് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയാം. ഇത് എന്ത് തരം ഡിഫക്റ്റ് ആണ്? ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാരണം ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം ഇവിടെ നിന്നൊരു കാറ്റോണും ആനയോണും മിസ്സിങ് ആണ്. അപ്പോൾ സ്വാഭാവികമായും മാസ് കുറയും. മാസ് കുറയുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസിലാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൈ കോർഡിനേഷൻ നമ്പർ കാണിക്കുന്ന ക്രിസ്റ്റൽ ആറ്റംസിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഹൈ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. പിന്നെ അവരുടെ കാറ്റയോൺ ആനയോൺ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ടുള്ള കാറ്റയോൺ ആനയോൺ സൈസ് ഉള്ളവരിലായിരിക്കും ഈ ഒരു ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റൽസിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് NaCl, KCl, AgBr തുടങ്ങിയ അയോണിക് ക്രിസ്റ്റൽസ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഇനി അടുത്തതായി ഫ്രാങ്കൽ ഡിഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രാങ്കൽ ഡിഫക്റ്റിൽ നമുക്ക് ഇവിടെ ഒരു കാറ്റയോൺ മിസ്സിംഗ് ആണ്. പക്ഷേ ഈ കാറ്റയോൺ വേറെ എവിടേക്കും പോകുന്നില്ല. പകരം ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ എവിടെയെങ്കിലും അത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാറ്റയോൺ ഇവിടെ വന്നെന്ന് വിചാരിക്കുക. ഈ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ നമുക്ക് ആ കാറ്റയോണിനെ കാണാം. ഇവിടെ നിന്നും മിസ്സിംഗ് ആണ്. ഇവിടെ ഈ ഒരു ഡിഫക്റ്റിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുമോ? ഇല്ല. കാരണം ഈ ഒരു ക്രിസ്റ്റൽ ആറ്റസിൽ തന്നെ നമുക്ക് ആ കാറ്റയോണിനെ കാണാം. അതുകൊണ്ട് ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആണ്. സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഫ്രാങ്കൽ ഡിഫക്റ്റും എന്താണ്? ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഇവിടെ ഇതിൻ്റെ ഡെൻസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമോ? ഡെൻസിറ്റിക്ക് നോ ചേഞ്ച്. എന്തുകൊണ്ടാണ്? അവിടെ ആ സൈറ്റിൽ തന്നെ നമുക്ക് എന്തിനെ കാണാം? നമ്മുടെ കാറ്റയോണിനെ കാണിക്കും. അപ്പോൾ ഏത് ടൈപ്പ് അയോണിക് ക്രിസ്റ്റൽസിലായിരിക്കും ഈ ഒരു ഫ്രാങ്കൽ ഡിഫക്റ്റ് കാണിക്കുക? കാറ്റയോൺ ഈ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരം കാറ്റയോൺ ആയിരിക്കണം അല്ലേ? അപ്പോൾ കാറ്റയോൺ ആനയോൺ സൈസിൽ ഡിഫറൻസ് ഉള്ളവരായിരിക്കണം. കാറ്റയോൺ വളരെ ചെറുതും ആനയോൺ കുറച്ച് വലുതുമായിട്ടുള്ള അങ്ങനെ സൈസ് ഡിഫറൻസ് ഉള്ള അയോണിക് ക്രിസ്റ്റൽസിലാണ് എന്ത് കാണിക്കുന്നത്? ആ ഫ്രാങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ലോ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ അയോണിക് ക്രിസ്റ്റൽസിൽ ഫ്രാങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, AgBr, സിങ്ക് സൾഫൈഡ് ഒക്കെ എന്താണ്? ഈ രൂപത്തിൽ ഫ്രാങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇപ്പം നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെയും നമ്മുടെ ഫ്രാങ്കൽ ഡിഫക്റ്റിൻ്റെയും എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ രണ്ടുപേരെ നമ്മളുടെ ഇവിടെ കോമൺ ആയിട്ട് കണ്ടു. ആരാണ്? AgBr അല്ലേ? AgBr അപ്പോൾ ബോത്ത് ഷോസ് ഫ്രാങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും അത് ഓർത്തിരിക്കുക. ഫ്രാങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കുന്ന കോമൺ ആയി കാണിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? സിൽവർ ബ്രോമൈഡ് ആണ്. അടുത്ത ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് നമുക്ക് നോക്കാനുള്ളത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ആ ഒരു സ്റ്റോഷിയോമെട്രിക്ക് ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ തന്നെ നമുക്ക് മെയിനായി രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ മെറ്റൽ എക്സസ് ആയത് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽസിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആനയോൺ എക്സ്ട്രാ വരിക എന്നാണ്. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഡിഫക്റ്റാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ തന്നെ രണ്ടായി വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എങ്ങനെയൊക്കെ കാണിക്കാം? ആനയോൺ വേക്കൻ്റ് ആയത് മൂലവും മെറ്റൽ എക്സസ് ആവാം.
പിന്നെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ എക്സ്ട്രാ ഒരു മെറ്റൽ വരുന്നത് മൂലവും നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കാണിക്കും. അപ്പോൾ എങ്ങനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി എന്ന് നോക്കാം. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതൊരു സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്യുകയാണ്. സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ക്രിസ്റ്റലിൽ നിന്നും ഒരു ക്ലോറിൻ പുറത്തേക്ക് അങ്ങ് പോകും. ക്ലോറിൻ ആനയോൺ പുറത്തേക്ക് പോകും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിലീസായി ഇത് Na+ ആകും. അങ്ങനെ ഇവർ ചേർന്ന് ഒരു സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്ത് ഈ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സർഫസിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ക്ലോറിൻ ആനയോൺ ഈ ഒരു ലാറ്റിസിൽ നിന്നും മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ മിസ്സിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റോഷിയോമെട്രിയെ ബാധിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലോറിൻ ആറ്റം ഇങ്ങനെ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും മിസ്സിങ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഈ ക്ലോറിൻ ആനയോൺ മിസ്സിങ് ആയിടത്തേക്ക് ഇവിടെ സോഡിയം റിലീസ് ചെയ്ത ഈ ഒരു ഇലക്ട്രോൺ വന്നിരിക്കും. സോഡിയം റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഇവിടെ വന്നിരിക്കും. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു, പക്ഷേ കാറ്റയോണിൻ്റെ എണ്ണം ആനയോണിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ എക്സസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെറ്റൽ എക്സസ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തതോ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്ന അൺപെയർഡ് ഇലക്ട്രോണിനെ നമുക്ക് എഫ് സെൻറ്റർ എന്ന് പറയാം. ആ ഒരു അൺപെയർഡ് ഇലക്ട്രോണിനെ നമുക്ക് എന്ത് പറയാം? എഫ് സെൻറ്റർ എന്ന് പറയാം. ഈ എഫ് സെൻറ്ററിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ കളർലെസ് ആണ്. ഈ എഫ് സെൻറ്റർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്റ്റലിന് ഒരു യെല്ലോ കളറാവും. അപ്പോൾ അങ്ങനെ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫ് സെൻറ്റർ. അങ്ങനെ ഇപ്പോൾ ലിഥിയം ക്ലോറൈഡിനെ ആണെങ്കിലും നമ്മൾ ഇതുപോലെ എക്സസ് ലിഥിയത്തിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിഥിയത്തിനൊരു പിങ്ക് കളർ കിട്ടും. ഇതുപോലെ KClനെ നമ്മൾ എക്സസ് പൊട്ടാസ്യത്തിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വയലറ്റ് കളർ കിട്ടും. വയലറ്റ് കളർ ക്രിസ്റ്റൽ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ഈ അൺപെയർഡ് ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇതുമൂലം ഇവിടെ എന്തെങ്കിലും ഡെൻസിറ്റിയിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ? ഒരു ക്ലോറിൻ മിസ്സിങ് ആയതുകൊണ്ട് തീർച്ചയായും അവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻഡസ്ട്രീഷ്യൽ കാറ്റയോൺ ആണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്കൊരു സിങ്ക് ഓക്സൈഡ് എടുക്കാം. ഒരു സിങ്ക് ഓക്സൈഡിൽ സംഭവിക്കുന്ന ഇതൊരു സിങ്ക് ഓക്സൈഡിൻ്റെ ഒരു ക്രിസ്റ്റൽ ആണെന്ന് വിചാരിക്കുക. ആ സിങ്ക് ഓക്സൈഡിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടുത്തെ ഒരു ഓക്സിജൻ എവിടെ നിന്നും ഡിസ്പ്ലേസ്ഡ് ആവും. ഇവിടെ നിന്നും ഓക്സിജൻ റിലീസ് ആവും. അവിടെ ആ ഓക്സിജൻ പോകുന്ന സമയത്ത് ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിനെ ഇവിടെ ലീവ് ചെയ്തിട്ടാണ് ഓക്സിജൻ വരുന്നത്. അപ്പോൾ ഇവിടെ സിങ്ക് 2+ ½ O2 ആയിട്ടാണ് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരുന്ന ആ ഒരു സിങ്ക് 2+ അയോൺ ഉണ്ടല്ലോ, ആ സിങ്ക് 2+ അയോൺ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ ആ ഒരു കാറ്റയോൺ എവിടെ ഒക്കുപ്പൈ ചെയ്യും? ആ ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ ആ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിനു വേണ്ടി നമ്മുടെ ഇലക്ട്രോൺ ഇവിടെ ഓക്സിജൻ, സിങ്ക് ഓക്സൈഡിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്തു പോയ ആ ഒരു ഇലക്ട്രോൺ അവിടെയുണ്ട്.
അത് ആ ഒരു നെയ്ബറിങ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ തന്നെ ട്രാപ്ഡ് ആവും. നെയ്ബറിങ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ തന്നെ ട്രാപ്ഡ് ആവും. അങ്ങനെ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ ഒരു മെറ്റൽ എക്സസ് ആണല്ലേ. അവിടെ നിന്നും ഒരു ആനയോൺ പുറത്തേക്ക് പോയി. അപ്പോൾ മെറ്റൽ അവിടെ എക്സസ് ആണ്. ആ മെറ്റൽ എവിടെയാണ് കാണുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് പോയി. അപ്പോൾ അതുപോലെ ഒരു ആറ്റം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ നമുക്ക് അവിടെ ഒരു ഡെൻസിറ്റിയിൽ ഡിക്രീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇവിടെ ഒരു ഇലക്ട്രോൺ ട്രാപ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്റ്റൽ കളേർഡായി മാറുകയും ചെയ്യും. ഇനി നമുക്ക് അഗെയിൻ നോക്കാനുള്ളത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഡ്യൂ ടു കാറ്റോൺ വേക്കൻസി. കാറ്റോണിൻ്റെ വേക്കൻസി മൂലമുള്ള മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു കാറ്റോൺ മിസ്സിംഗ് ആണ്. ഒരു കാറ്റോൺ നമ്മുടെ ലാറ്റിസ് സൈറ്റിൽ നിന്നും മിസ്സിംഗ് ആണ്. അപ്പോൾ മിസ്സിംഗ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റൊരു കാറ്റോൺ, ഇവിടെ ഒരു കാറ്റോൺ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റൊരു കാറ്റോൺ അതിൻ്റെ ഹയർ ചാർജിലേക്ക് പോകും. അപ്പോൾ M2+ ആവും. ഇവിടെ നിന്നും ഒരു M+ പോയപ്പോൾ അതിൻ്റെ അടുത്ത കാറ്റയോൺ M2+ ആയി. അപ്പോൾ അവിടെ ആ ഒരു കാറ്റയോണിൻ്റെ മിസ്സിങ് അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കാറ്റയോൺ ഡെഫിഷ്യൻ്റ് ആണ്. അവിടെ ചാർജ് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ആനയോൺസിനെക്കാട്ടിലും കാറ്റയോണിൻ്റെ എണ്ണം എപ്പോഴും അവിടെ 1 കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഡിഫക്റ്റ് കാണിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഫെറിക് ഓക്സൈഡ്. FeO എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ഡിഫക്റ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ ഇത് ഞാൻ FeOയുടെ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ഒരു FeOയുടെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന് വിചാരിക്കാം. അവിടെ എങ്ങനെയാണ് Fe2+ അയോണും O2- അയോണും ആണുള്ളത് അല്ലേ. 2+ O2-. അപ്പോൾ ഈ ഒരു ലാറ്റിസിൽ നെറ്റ് പോസിറ്റീവ് ചാർജ് എത്രയാണ്? 8 ആണ്. കാറ്റയോണിൻ്റെ നെറ്റ് പോസിറ്റീവ് ചാർജ് 8ഉം ഓക്സിജൻ്റെതും 8 ആണ്. പോസിറ്റീവ് ചാർജ് 8 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു 3 Fe പോവുകയാണെന്ന് വിചാരിക്കുക. 3 Fe മിസ്സിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ചാർജ് നമുക്കിവിടെ 2+ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിൽ 2+ഉം ഇവിടെ ചാർജ് എന്ന് പറയുന്ന +2 ആണ്. അപ്പോൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ നിന്നും 3 Fe പോയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും 3 Fe2+ പോയി. അപ്പോൾ അവിടെ +2 ചാർജാണ്, -8 ആണ്. അപ്പോൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു +6 ചാർജും കൂടെ അവിടെ വേണം. അപ്പോൾ അതിനു വേണ്ടി 2 Fe3+ വരും. 2 Fe3+ വരും. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. Fe3+ വരുമ്പോൾ 6 + 2 8. 8 പോസിറ്റീവ് ചാർജും 8 നെഗറ്റീവ് ചാർജും. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ അവിടെ എന്താണ്? Fe2+ ഒരെണ്ണം മിസ്സിംഗ് ആണ്. പകരം വന്നത് Fe3+ 2 എണ്ണം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കണമെങ്കിൽ അത് ആർക്ക് മാത്രമേ പറ്റൂ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതിന് മാത്രമേ പറ്റൂ. വേരിയബിൾ വാലൻസി ഉള്ളത് ആർക്കാണ്? നമ്മൾ കണ്ടതാണ് ട്രാൻസിഷൻ എലമെൻസിനാണ് അല്ലേ. അപ്പോൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ അയൺ. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസിഷൻ കോമ്പൗണ്ട്സിന് മാത്രമേ ഈ രീതിയിലുള്ള മെറ്റൽ
ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെയും ഒരു കാറ്റോൺ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയിൽ എന്ത് മാറ്റം സംഭവിക്കും? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഒരു ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ആറ്റത്തിനെ ഡോപ്പ് ചെയ്യുന്നത് മൂലം, ഫോറിൻ ആറ്റം നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വരുന്നത് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ അവിടെ സോഡിയത്തിന് പകരം Na+ പകരം സ്ട്രോൺഷ്യം വന്നു, 2+ വന്നു. അപ്പോൾ അവിടെ ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടായി. ആ ഒരു ഇമ്പ്യൂരിറ്റി മൂലമുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഡെൻസിറ്റി എന്തിനെ ബേസ് ചെയ്തിരിക്കും? ആ പോയ Na+ സ്ട്രോൺഷ്യം വന്നു. അപ്പോൾ ആ ഒരു വന്നതിനാണോ പോയതിനാണോ മാസ് കൂടുന്നത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഡിഫക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻപെർഫെക്ഷൻ ഇൻ ക്രിസ്റ്റൽ. അപ്പോൾ ആദ്യം മുതൽ പറയാം, നമ്മൾ മെയിനായും ഇൻപെർഫെക്ഷൻസിനെ നമുക്ക് 3ആയി കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? പോയിന്റ് ഡിഫക്റ്റ്, പ്ലെയിൻ ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്. ഇതിൽ പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നത്. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓർ അയോൺസ് മിസ്സിംഗ് ഓർ ഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ക്രിസ്റ്റൽ ലാറ്റിസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫക്റ്റിനെ തന്നെ നമുക്ക് മെയിനായി 2ആയി കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ സ്റ്റോഷിയോമെട്രിക്ക് ഡീവിയേഷൻ വരാതെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. എന്താണ് സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ? ദ കാറ്റോൺ ആൻഡ് ആനയോൺ റേഷ്യോ മോളിക്കുലാർ ഫോർമുലയിലെ പോലെ തന്നെയാണ് കോമ്പൗണ്ടിലെങ്കിൽ അതിനെയാണ് സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ നോൺ അയോണിക് ക്രിസ്റ്റൽസിലും അയോണിക് ക്രിസ്റ്റൽസിലും നമ്മൾ കണ്ടു. നോൺ അയോണിക് ക്രിസ്റ്റൽസിൽ കാണുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്. ആൻഡ് അയോണിക് ക്രിസ്റ്റൽസിൽ കാണുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ഷോട്ട്കി ഡിഫക്റ്റിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു സോഡിയം ക്ലോറൈഡ്, KCl ആൻഡ് AgBr. ഫ്രാങ്കൽ ഡിഫക്റ്റിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതൊക്കെയാണ് AgCl, AgBr എക്സെട്ര. ഫ്രാങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും ഒരുപോലെ കാണിക്കുന്ന കോമ്പൗണ്ടാണ് AgBr എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ തന്നെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ആൻഡ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ ഇൻറ്റർസ്റ്റിഷ്യൽ കാറ്റോൺ ആൻഡ് ദ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. And also another type of defect is the defect due to the presence of impurity in the crystal lattice. അപ്പോൾ ഈ ഡിഫക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് കൃത്യമായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.